ടോട്ടോച്ചാൻ്റെയും കൂട്ടുകാരുടെയും സ്പോർട്സ് മേളയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു തുടങ്ങിയത്. ടോട്ടോച്ചാനും മറ്റ് ഒന്നാം തരത്തിൽ പഠിച്ചിരുന്ന കുട്ടികളുടെയും ടോമോഗക്വാൻ എന്ന സ്കൂളിലെ ആദ്യത്തെ കായിക മേളയായിരുന്നു അത്. കൊബയാഷി മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അത് അത്യന്തം ആസ്വാദ്യകരമാവുകയും ചെയ്തു. വിവിധ നിറത്തിലുള്ള കൊടിത്തോരണങ്ങൾ, വർണ്ണക്കടലാസിൽ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയ നക്ഷത്രങ്ങൾ, ആവേശമുണർത്തിക്കൊണ്ട് ഗ്രാമഫോൺ റെക്കോർഡുകളിൽ നിന്ന് ഉതിർന്നിരുന്ന മാർച്ചിങ് സോങ്ങുകൾ എല്ലാം കൊണ്ടും അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു അവർക്ക്. നേവി ബ്ലൂ നിറത്തിലുള്ള നിക്കറും വെളുത്ത ഉടുപ്പുമായിരുന്നു ടോട്ടോച്ചാന്റെ വേഷം. പക്ഷേ അവൾക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കായിക താരങ്ങൾ അണിയുന്നത് പോലെയുള്ള ഷോർട്സ്. ആ ഒരു ആഗ്രഹം ടോട്ടോയ്ക്ക് മനസ്സിൽ വരാനൊരു കാരണമുണ്ട്. ഒരു ദിവസം സ്കൂൾ സമയം കഴിഞ്ഞ് ടോട്ടോ മടങ്ങി വരുമ്പോൾ കൊബയാഷി മാസ്റ്റർ മൈതാനത്ത് അധ്യാപകരെ യൂറിത്തമിക്സ് പരിശീലിപ്പിക്കുന്നത് കാണാനിടയായി. ചില വനിതാ അധ്യാപകർ അണിഞ്ഞിരുന്ന അത്ലറ്റിക് വേഷം നമ്മുടെ ടോട്ടോയെ വല്ലാതെ ആകർഷിച്ചു. ആ സ്ത്രീകൾ മെല്ലെ ചുവട് വയ്ക്കുന്നതനുസരിച്ച് ഷോർട്സിന് താഴെയായി അവരുടെ കീഴ് തുടകൾ സ്ത്രീ സഹജമായ ചാരുതയോടെ ഓളം വെട്ടുന്നുണ്ടായിരുന്നു. അത് കണ്ട് ടോട്ടോച്ചാന് ആകെ ഹരം പിടിച്ചു. ധൃതി പിടിച്ച് വീട്ടിലെത്തിയ ഉടനെ തന്നെ അവളുടെ ഷോർട്സ് അണിഞ്ഞ് അതേപോലെ നൃത്ത ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി. പക്ഷേ അവളുടെ കുഞ്ഞുകാലുകൾ എത്ര ശ്രമിച്ചിട്ടും അല്പം പോലും തുടഭാഗം അനങ്ങുന്നുണ്ടായിരുന്നില്ല. പല തവണ അവൾ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. ചിലപ്പോ ഇതെന്റെ കുഴപ്പമായിരിക്കില്ല, അവരുടെ ഡ്രൗസറിന്റെ പ്രത്യേകതയായിരിക്കും. അവളുടെ കുഞ്ഞു മനസ്സ് അങ്ങനെയാണ് സമാധാനം കണ്ടെത്തിയത്. എല്ലാ കാര്യങ്ങൾക്കും സംശയ നിവാരണത്തിനായി കൊച്ചു ടോട്ടോ ചെയ്യുന്നത് പോലെ തന്നെ അപ്പോഴും അമ്മയുടെ അടുത്തെത്തി. എന്തുകൊണ്ടാണ് അവളുടെ കാലുകൾ അധ്യാപികമാരുടെ പോലെ ഓളം വെട്ടാത്തത് എന്ന സംശയത്തിന് അമ്മ മറുപടി കൊടുത്തത്, അത് അത്ലറ്റിക് ബ്ലൂമേഴ്സ്, കായിക താരങ്ങൾ ധരിക്കുന്ന അത്ലറ്റിക് ബ്ലൂമേഴ്സ് എന്ന് പറയുന്ന പ്രത്യേകതരം വസ്ത്രമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. സ്കൂളിലെ കായിക ദിനത്തിനിടാൻ എനിക്കും അത്ലറ്റിക് ബ്ലൂമേഴ്സ് വാങ്ങിച്ചു തരണോട്ടോ അമ്മേ എന്ന് അമ്മയോട് ആവശ്യപ്പെട്ട ടോട്ടോച്ചാന്റെ ആ ഒരു ആഗ്രഹം സാധിക്കാനായി അമ്മ വളരെയധികം അന്വേഷിച്ചിരുന്നു. പക്ഷെ കുഞ്ഞു ടോട്ടോയുടെ പാകത്തിനുള്ള ബ്ലൂമേഴ്സ് എവിടെയും ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഓളം വെട്ടൽ സംവിധാനം ഇല്ലാത്ത തന്റെ സാധാ ഷോർട്സ് ആണ് സ്കൂളിലേക്ക് അണിയേണ്ടി വന്നത്. ഈ ഒരു കായിക മേളയിൽ എല്ലാ ഇനങ്ങൾക്കും സമ്മാനം കിട്ടാൻ പല കുട്ടികളും ശ്രമിച്ചിരുന്നുവെങ്കിലും എല്ലാവരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഒന്നാം സമ്മാനം നേടിയത് ആരായിരുന്നു എന്നൊന്ന് ഊഹിക്കാൻ പറ്റുമോ? മറ്റാരുമല്ല, ഇത്തിരി പോന്ന നമ്മുടെ തകാഹാഷി. ഇത്തിരി പോന്ന കുഞ്ഞൻ കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി. അത് തികച്ചും അവിശ്വസനീയമായിരുന്നു. മറ്റുള്ളവർ നമ്മുടെ കരിമീൻ തടിയന്റെ വയറ്റിനകത്ത് കിടന്ന് പുളയ്ക്കുമ്പോൾ, എവിടേക്ക് പോകണം എന്ന് ലക്ഷ്യമില്ലാതെ അലയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്ത് എത്തുകയായി. കൂടെയുള്ളവർ ഏണിപ്പലകൾക്കിടയിലൂടെ നൂഴ്ന്ന കയറ്റം ആരംഭിച്ചതേയുള്ളൂ. തകാഹാഷി അതാ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ടു കഴിഞ്ഞിരുന്നു. അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ ബന്ധപ്പെടുമ്പോൾ സെക്കൻഡുകൾ കൊണ്ട് തന്റെ മുരടിച്ച കാലുകൾ ഒരു കുതിരയെ പോലെ മുന്നോട്ട് ചലിപ്പിച്ച് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കിടന്ന് മുകളിലെത്തും. അതുപോലെ തന്നെ താഴേക്കും വരും. ഒരു സിനിമയിലെ ദ്രുതചലന ദൃശ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു പലപ്പോഴും തകാഹാഷിയുടെ കൈകാലുകൾ ചലിച്ചത്. ഈ തകാഹാഷി ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങള് വളരെ നോക്കിയിട്ടോ, പറ്റില്ല. പലരും പലതരത്തിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ തങ്ങളുടെ മികച്ച അധ്വാനം പുറത്തെടുത്ത് പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ അധ്വാനിച്ചത് മാത്രം മിച്ചം. ഓരോ തവണയും വിജയം തകാഹാഷിക്ക് തന്നെ. ടോട്ടോച്ചാനും അവളെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ ഒരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല. വെറുതെ ഒരു നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നുവെങ്കിൽ അവനെ പിന്തുടരാൻ അവരിൽ പലർക്കും കഴിയും. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. പല കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവനു മുന്നിൽ അവരൊക്കെ തോക്കുകയാണ് ഉണ്ടായത്. ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാഹാഷി ഓരോ തവണയും പേര് വിളിക്കുമ്പോൾ സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത്.
എല്ലാറ്റിനും ഒന്നാമനായതിനാൽ ഒന്നിനു പിറകെ ഒന്നായി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന തകാഹാഷിയെ അല്പം ഒരു അസൂയയോടെയാണ് എല്ലാ കുട്ടികളും നോക്കിയത്. നോക്കിക്കോളൂ, തകാഹാഷിയെ ഞാൻ തോൽപ്പിക്കും, അടുത്ത വർഷം ആവട്ടെ, ഓരോരുത്തരും സ്വയം പറഞ്ഞു. പക്ഷേ പിന്നീടുള്ള വരും കൊല്ലങ്ങളിലും തകാഹാഷിയെ സ്കൂളിൽ പഠിച്ച അത്രയും നാൾ മറ്റാർക്കും അവനെ കായിക ഇനങ്ങളിൽ തോൽപ്പിക്കാനായില്ല. സമ്മാനങ്ങൾ എല്ലാവർക്കും കിട്ടിയെങ്കിലും സമ്മാന വിതരണത്തിൽ മാസ്റ്ററുടെ സവിശേഷത തെളിഞ്ഞു നിന്നു. ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന, അല്ലെങ്കിൽ ഒരു വലിയ മത്തങ്ങ. രണ്ടാം സമ്മാനം 2 ഉരുളക്കിഴങ്ങ്. മൂന്നാം സമ്മാനം ഒരു പിടി ചീര, അല്ലെങ്കിൽ ഒരു പിടി പയർ. ഇങ്ങനെയൊക്കെയായിരുന്നു സമ്മാനങ്ങൾ. കുറച്ച് വലുതാകുന്നതും വരെ ടോട്ടോച്ചാനും മറ്റു പല കുട്ടികളും വിചാരിച്ചിരുന്നത് എല്ലാ സ്കൂളുകളിലും കായിക ദിന സമ്മാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നായിരുന്നു. അക്കാലത്ത് മിക്ക സ്കൂളുകളിലും നടപ്പാക്കിയിരുന്നത് സമ്മാനങ്ങളായി ഒരു നോട്ട്ബുക്ക്, പെൻസിൽ, റബ്ബർ തുടങ്ങിയവയൊക്കെയാണ്. ഇപ്പോഴും സ്കൂളുകളിൽ അങ്ങനെയാണല്ലോ. നമ്മളൊക്കെ പഠിച്ച സമയത്ത് എന്തായിരുന്നു, ഒരു ഗ്ലാസ്, ഒരു സ്റ്റീൽ കിണ്ണം, അങ്ങനെയൊക്കെയാണ് സമ്മാനം കിട്ടിയിരുന്നത്. പേരെഴുതിയ നിരവധി സ്റ്റീൽ പ്ലേറ്റുകൾ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകും, അല്ലെ? ടോമോ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ തികച്ചും അജ്ഞാതമായിരുന്നു. പക്ഷേ പച്ചക്കറി സമ്മാനം കിട്ടിയതിനോട് അവർക്ക് ആർക്കും അത്ര തൃപ്തി തോന്നിയില്ല. ടോട്ടോച്ചാന്റെ കാര്യം തന്നെ എടുക്കാം. അവർക്ക് കിട്ടിയതോ കുറച്ച് ഉരുളക്കിഴങ്ങ്, ഒരു പിടി ചീര, ഒരു പിടി പയറ്, ഉള്ളിയും കിട്ടി. യോ, തീവണ്ടിയിൽ എങ്ങനെ ഇതൊക്കെ കൊണ്ട് കയറുക? ആൾക്കാർ വിചാരിക്കും അമ്മ പച്ചക്കറി വാങ്ങാൻ വിട്ടിട്ട് പച്ചക്കറിയും കൊണ്ട് തിരികെ വരികയാണെന്ന്. അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. മറ്റു കുട്ടികളുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മ പച്ചക്കറി വാങ്ങാൻ അയച്ചതാണെന്ന് എല്ലാവരും കരുതും. സ്കൂളിൽ നിന്ന് ചേനയും ചേമ്പും ചീരയൊക്കെ ചുമന്നാണോ വീട്ടിലേക്ക് പോകുന്നത്? ഇതിപ്പോ എങ്ങനെയാ കൊണ്ടുപോവുക? ഇതൊക്കെ ഭാരാണ്. ഒരു തടിയൻ കുട്ടി തനിക്ക് കിട്ടിയ വലിയ ക്യാബേജുമായി അന്തം വിട്ട് നിൽക്കുകയാണ്. ഞാനിതിവിടെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകും. എനിക്ക് വയ്യ ഈ ക്യാബേജും കൊണ്ട് ട്രെയിനിൽ കയറി പോവാന്, വലിച്ചെറിയാൻ പോവാ എവിടെയെങ്കിലും. മാസ്റ്റർ നടക്കുന്നതിനിടയിൽ ഈ പറഞ്ഞ പരാതികളൊക്കെ അവിടുന്നും ഇവിടുന്നും ഒക്കെ ആയി കേട്ടു. അദ്ദേഹത്തിന് ചെവിയിൽ വന്ന് വീഴുകയായിരുന്നു. ചേനയും ചീരയും പയറുമൊക്കെ കയ്യിൽ പിടിച്ച് അന്തം വിട്ട് നിൽക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് അദ്ദേഹം പതുക്കെ നടന്നു വന്നു. കുട്ടികളെ ചേർത്ത് പിടിച്ചു. എന്താ എല്ലാവരുടെയും മുഖത്തൊരു വാട്ടം? ഇതൊന്നും ഇഷ്ടായില്ല? അദ്ദേഹം ഒരു ചെറു ചിരിയോടെ ചോദിച്ചു. എന്നിട്ട് തുടർന്നു, ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കാം. എന്നിട്ട് പറയുക, ഇന്നത്തെ അത്താഴത്തിന് ഇത് കറി വെച്ച് തരൂ എന്ന്. ഈ പച്ചക്കറികളെ നിങ്ങൾ സ്വയം സമ്പാദിച്ചതാണ്. ഇന്നത്തെ ആഹാരം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടത് നിങ്ങളാണ് സമ്പാദിച്ചിരിക്കുന്നത്. ഇന്നു മാത്രമല്ല, ഇതുകൊണ്ട് നിങ്ങൾക്ക് നാളെയും എല്ലാവരെയും ആഹാരമൂട്ടാൻ കഴിയും. നല്ലതല്ലേ അത്? അതൊരു വലിയ കാര്യമാണ്. ഞാനൊരു ഉറപ്പ് തരാം. ഈ ആഹാരം അമ്മ പാചകം ചെയ്ത് തരുമ്പോൾ അതിനൊരല്പം സ്വാദ് കൂടുതലായിരിക്കും. നോക്കിക്കോളൂ. അതെ, അത് സത്യമായിരുന്നു. ഒരു വലിയ പാഠമാണ് മാസ്റ്റർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതും കാണിച്ചു കൊടുത്തതും. ടോട്ടോച്ചാൻ ഇന്നേ വരെ അത്താഴത്തിന് എന്തെങ്കിലും സ്വന്തമായി സമ്പാദിച്ചിട്ടുണ്ടായിരുന്നില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണല്ലോ. മറ്റു കുട്ടികളും അതുപോലെയൊക്കെ തന്നെ. ഇത് അവരുടെ ആദ്യത്തെ അനുഭവമാണ്. ഹൈ, ഞാൻ ഇന്ന് അമ്മയോട് ഇന്ന് രാത്രി ഉരുളക്കിഴങ്ങ് തോരൻ വെച്ച് തരാൻ പറയും, ടോട്ടോ പറഞ്ഞു. പിന്നെ ടോട്ടോച്ചാൻ മാസ്റ്ററെ നോക്കിക്കൊണ്ട് തുടർന്നു, ഉള്ളി കൊണ്ട് എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല, ആലോചിക്കട്ടെ, കിട്ടിയിട്ട് അമ്മോട് പറയും. ഇത് കേട്ട കുട്ടികളൊക്കെ തങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം, അമ്മയോട് എന്ത് പറയണം എന്നൊക്കെയുള്ള പദ്ധതികൾ ഇട്ടു തുടങ്ങി. പദ്ധതികളൊക്കെ എല്ലാവരും മാസ്റ്റർക്ക് വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം എല്ലാം സശ്രദ്ധം, അവരുടെ ചെറിയ ചെറിയ ആശയങ്ങൾ പോലും സശ്രദ്ധം കേട്ടുനിന്നു. കൊള്ളാം, എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആഹ്ലാദം കൊണ്ട് അദ്ദേഹത്തിന്റെ മാംസളമായ കവിളുകൾ തുടുത്തിരുന്നു. ഇങ്ങനെയായിരിക്കണം അദ്ദേഹം ചിന്തിച്ചത്. കുട്ടികളും അവരുടെ വീട്ടുകാരും ഈ പച്ചക്കറി കഴിച്ചുകൊണ്ട് കായിക ദിനത്തിലെ മികച്ച മുഹൂർത്തങ്ങളെ കുറിച്ച് സംസാരിക്കുമല്ലോ. എത്ര നന്നായേനെ അത്. സംശയമില്ല, 1ാം സമ്മാനങ്ങൾ കൊണ്ട് നിറഞ്ഞ തീന്മേശയ്ക്കരികിലെ തകാഹാഷിയെ കുറിച്ചായിരിക്കണം അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചത്. ജേതാവായി മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെ നിന്ന ആ മുഹൂർത്തത്തെക്കുറിച്ച് അവനിപ്പോൾ ആഹ്ലാദ അഭിമാനത്തോടെ വീണ്ടും വീണ്ടും ഓർക്കും. ആ ഓർമ്മ തനിനി ഒരിക്കലും ശാരീരികമായി മുന്നോട്ട് വളരില്ല എന്ന അപകർഷാബോധത്തെ മറികടക്കാൻ അവനെ വലിയൊരളവിൽ തീർച്ചയായും സഹായിക്കുകയും ചെയ്യും. ഇതൊക്കെ ആയിരിക്കണം മാസ്റ്റർ പ്രത്യാശിച്ചിരുന്നത്. ആർക്കറിയാം,
ഒരുപക്ഷെ തകാഹാഷിക്ക് വിജയിക്കാൻ വേണ്ടി മാത്രം കൊബായാഷി മാസ്റ്റർ പ്രത്യേകം കണ്ടുപിടിച്ച കായിക ഇനങ്ങളാവാം ഇതൊക്കെ തന്നെ. ഏകപക്ഷീയമായി ടോമോയിലെ ഈ ഒരു കായിക മേളയുടെ ശൈലിയും അതിലെ മത്സരങ്ങളും അദ്ദേഹം അതിനായി തന്നെ കണ്ടുപിടിച്ചതായിരിക്കാം. നമുക്കൊന്നും പറയാനാവില്ല. കൊബയാഷി മാസ്റ്റർക്ക് തൻ്റെ സ്കൂളിലെ ഓരോ കുട്ടിയെക്കുറിച്ചും ആ കുട്ടിയുടെ എന്താണ് ആ കുട്ടിക്ക് ആവശ്യം എന്നതിനെക്കുറിച്ച് തികഞ്ഞ അറിവുണ്ടായിരുന്നു. ഒരു അധ്യാപകനിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഗുണം അഥവാ ക്വാളിറ്റിയും അത് തന്നെയാണ്. അത് തന്നെ ആവണം ഇന്നുള്ള അധ്യാപകർക്കും സംശയലേശമെന്നെ അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് കൊബായാഷി മാസ്റ്റർ. അത് മനസ്സിലാക്കാനും അങ്ങനെ ഒന്നിലേക്ക് തിരിയാനും എല്ലാവർക്കും കഴിവുണ്ടാവട്ടെ. ഈ കായിക മത്സരങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്തരം രസകരമായ എന്തെങ്കിലും സ്പോർട്സ് ഇനങ്ങൾ നിങ്ങളും ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റിൽ കുറിക്കുമല്ലോ. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കേൾക്കാം.